ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം എ. വിഷയം ഡിസൈൻ, ശബ്ദം KH സുലൈമാൻ. മുഖ്യ വസ്തുതകൾ. മഞ്ഞപ്പിത്തം എ അഥവാ ഹെപ്പറ്റൈറ്റിസ് എ എന്നത് കരൾ വീക്കമുണ്ടാക്കുന്നതും ലഘുവായും ചിലപ്പോൾ ഗുരുതരമായും ഉണ്ടാവുന്ന രോഗം. മലിനമായ വെള്ളം, ഭക്ഷണം, രോഗബാധയുള്ള വ്യക്തിയുമായി നേരിട്ടുള്ള ബന്ധം എന്നിവയിലൂടെ പകരുന്നു. രോഗബാധിതരിൽ ഭൂരിപക്ഷവും രോഗവിമുക്തി നേടുകയും ജീവിതാന്ത്യ പ്രതിരോധ ശേഷി നേടുകയും ചെയ്യുന്നു. എന്നാൽ വളരെ കുറച്ച് രോഗികൾ തീവ്ര മഞ്ഞപ്പിത്തം ബാധിച്ച് മരിക്കുന്നു. സുരക്ഷിത വെള്ളത്തിൻ്റെ അഭാവം, പൊതു ശുചിത്വം, വ്യക്തി ശുചിത്വം, കൈകളുടെ ശുചിത്വം എന്നിവയുടെ അഭാവം രോഗസാധ്യതയ്ക്ക് മുഖ്യ കാരണങ്ങൾ. സുരക്ഷിതവും ഫലപ്രദവുമായ വാക്സിൻ ലഭ്യമാണ്. പൊതു വസ്തുതകൾ. ഹെപ്പറ്റൈറ്റിസ് എ എന്നത് കരളിനെ ബാധിക്കുന്ന വീക്കം ആകുന്നു. ഇത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് അഥവാ HIV ഉണ്ടാക്കുന്ന രോഗം ആകുന്നു. മുൻ രോഗബാധയിലൂടെയോ വാക്സിനേഷനിലൂടെയോ രോഗപ്രതിരോധ ശേഷി നേടിയിട്ടില്ലാത്ത ഒരു വ്യക്തിയിലേക്ക് രോഗിയായ വ്യക്തിയുടെ മലത്തിൽ നിന്നുമുള്ള വൈറസ് മലിനമായ വെള്ളം, ഭക്ഷണം എന്നിവയിലൂടെ എത്തിച്ചേരുന്നതുകൊണ്ടാണ് രോഗം ഉണ്ടാവുന്നത്. അരക്ഷിത വെള്ളം, ഭക്ഷണം, പൊതു ശുചിത്വ അഭാവം, വ്യക്തി ശുചിത്വ അഭാവം, വായ അഥവാ മലദ്വാരം വഴിയുള്ള ലൈംഗിക ബന്ധം എന്നിവയിലൂടെയാണ് രോഗപ്പകർച്ച ഉണ്ടാവുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സിയിൽ നിന്ന് വ്യത്യസ്തമായി ഹെപ്പറ്റൈറ്റിസ് എ ദീർഘനാൾ നിലനിൽക്കുന്ന രോഗം ഉണ്ടാക്കുന്നില്ല. എന്നാൽ ചില വ്യക്തികളിൽ തീവ്ര രോഗമായി മാറി കരളിൻ്റെ പ്രവർത്തനം നിലച്ച് പോകുന്നതിനും ഗുരുതരമാകുന്നതിനും കാരണമാകുന്നു. ഒട്ടനേകം ആളുകളെ ചില പ്രദേശങ്ങളിൽ ഒരുമിച്ച് ബാധിക്കുന്ന സാംക്രമിക രോഗമായും ഒറ്റപ്പെട്ട രോഗബാധയായും കാണപ്പെടുന്നു. മലിനമായ ഭക്ഷണം, വെള്ളം എന്നിവയിലൂടെ ഭയാനകമായ രീതിയിൽ രോഗം പൊട്ടിപ്പുറപ്പെടുന്ന അവസ്ഥ കാണപ്പെടുന്നു. 1988 ചൈനയിലെ ഷേങ്ങായ് എന്ന സ്ഥലത്ത് 3 ലക്ഷം ആളുകൾക്കാണ് രോഗബാധ ഉണ്ടായത്. ദീർഘനാൾ സമൂഹത്തിൽ നിലനിൽക്കുകയും ഇത് രോഗപകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തേക്കാം. വൈറസിന് ദീർഘനാൾ അന്തരീക്ഷ ചുറ്റുപാടിൽ നിലനിൽക്കാൻ സാധിക്കുന്നു. ഭക്ഷ്യനിർമ്മാണ പ്രക്രിയകളിൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന മാർഗങ്ങളെ വൈറസ് അതിജീവിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ രോഗനിരക്ക്. ചില പ്രദേശങ്ങളിൽ കൂടിയത്, മധ്യാവസ്ഥ, കുറഞ്ഞ തോതിൽ എന്നിങ്ങനെ രോഗം കാണപ്പെടുന്നു. ചെറിയ കുട്ടികളിൽ രോഗബാധ പ്രകടമായ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നില്ല. സാമ്പത്തികമായും ശുചിത്വപരമായും പിന്നോക്കമുള്ള രാജ്യങ്ങളിലും ശുചിത്വപരമായ ജീവിതരീതി കുറഞ്ഞവരിലും രോഗം സാധാരണയായി കാണപ്പെടുന്നു. 90% കുട്ടികളിലും രോഗലക്ഷണങ്ങൾ പ്രകടമാവാതെ രോഗബാധ ഉണ്ടാവുന്നു. ശുചിത്വപരമായി മുന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ രോഗബാധ അപൂർവമാകുന്നു. ഭൂമിശാസ്ത്രപരമായ രോഗനിരക്ക്. റിസ്ക് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന കൗമാരക്കാരിലും പ്രായപൂർത്തി ആയവരിലും രോഗസാധ്യത കാണപ്പെടുന്നു. സ്വയം മരുന്ന് കുത്തിവയ്ക്കുന്ന വ്യക്തികൾ, സ്വവർഗ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാർ, രോഗബാധ അധികമായി റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് സന്ദർശനം നടത്തുന്നവർ, ഒറ്റപ്പെട്ട് കഴിയുന്ന ചില പ്രത്യേക സമൂഹങ്ങൾ എന്നിവർ അധിക റിസ്ക് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ ഭവനരഹിതരായി കഴിയുന്നവരിലാണ് രോഗം കണ്ടുവരുന്നത്. ശുചിത്വ സൗകര്യങ്ങൾ ലഭ്യമായ മധ്യ സാമ്പത്തിക ശേഷി രാജ്യങ്ങളിൽ കുട്ടികളിലുള്ള രോഗബാധ കുറവായതിനാൽ പ്രായപൂർത്തിയാകുമ്പോൾ പ്രതിരോധശേഷി കുറവ് ഉണ്ടാകുന്നു. രോഗപകർച്ച. രോഗബാധിതനല്ലാത്ത ഒരു വ്യക്തി രോഗബാധിതനായ വ്യക്തിയുടെ മലം വഴി പരോക്ഷമായി മലിനമായ ഭക്ഷണം, വെള്ളം എന്നിവ അറിയാതെ ഉപയോഗിക്കുന്നതിലൂടെ രോഗപകർച്ച ഉണ്ടാകുന്നു. രോഗബാധിതനായ വ്യക്തി കൈകൾ ആരോഗ്യകരമായി വൃത്തിയാക്കാതെ ഭക്ഷണം തയ്യാറാക്കൽ, സ്പർശിക്കൽ എന്നിവയിലൂടെ മറ്റു കുടുംബ അംഗങ്ങൾക്ക് രോഗപകർച്ച ഉണ്ടാകുന്നു. മനുഷ്യ മലവുമായി സമ്പർക്കമുള്ള മലിനമായ വെള്ളം, ശാസ്ത്രീയമായി പൂർണ്ണമായും ശുദ്ധീകരിക്കാത്ത വെള്ളം എന്നിവ
ഉപയോഗിക്കുന്നതിലൂടെയാണ് ജലം വഴിയുള്ള രോഗബാധ ഉണ്ടാവുന്നത്. രോഗബാധിതനുമായുള്ള വളരെ അടുത്ത സമ്പർക്കത്തിലൂടെ അഥവാ മലദ്വാര ലൈംഗിക ബന്ധത്തിലൂടെ രോഗം ഉണ്ടാകുന്നു. സാധാരണയായുള്ള സമ്പർക്കം രോഗം പകരുന്നതിന് കാരണമാകണമെന്നില്ല. രോഗലക്ഷണങ്ങൾ. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 14 മുതൽ 28 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണം പ്രകടമാകുന്നു. ലഘുവായതോ തീവ്രമായതോ ആയ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കാണപ്പെടുന്നു: പനി, ക്ഷീണം, വിശപ്പില്ലായ്മ, വയറിളക്കം, വയറ്റിൽ അസ്വസ്ഥത, കടുത്ത മഞ്ഞ നിറത്തിലുള്ള മൂത്രം, കണ്ണ്, തൊലി എന്നിവയ്ക്ക് മഞ്ഞ നിറം. പ്രായപൂർത്തി ആയവരിലാണ് രോഗലക്ഷണം സാധാരണ കണ്ടുവരാറുള്ളത്. പ്രായമായവരിൽ രോഗതീവ്രത അധികരിച്ച് കാണപ്പെടുന്നു. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാവണമെന്നില്ല. ഇവരിൽ 10% മാത്രം പ്രകടമായ മഞ്ഞപ്പിത്ത രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു. രോഗം ഭേദമായവരിൽ വീണ്ടും ഉടനെ രോഗബാധ ഉണ്ടാവുന്നത് വീണ്ടും വൈറസ് പ്രവേശനമുണ്ടായി വീണ്ടും രോഗം ഉണ്ടാവുന്നതിനാലാകുന്നു. ഇത് സാധാരണയായി ഭേദമാകുന്നു. രോഗബാധ സാധ്യത അധികമുള്ളവർ. വാക്സിനേഷൻ എടുക്കാത്തവരിലും നേരത്തെ രോഗബാധ ഉണ്ടായിട്ടില്ലാത്തവരിലും രോഗബാധ സാധ്യത അധികമാണ്. വൈറസ് സാന്നിധ്യം അധികമായി കണ്ടുവരുന്ന മേഖലകളിൽ രോഗബാധ അധികവും ചെറിയ പ്രായത്തിൽ പ്രകടമായ രോഗലക്ഷണമില്ലാതെ സംഭവിക്കുന്നു. മറ്റു ഘടകങ്ങൾ: പൊതു വ്യക്തി ശുചിത്വ അഭാവം, സുരക്ഷിത കുടിവെള്ളത്തിൻ്റെ അഭാവം, രോഗിയോടൊപ്പം ഒരു വീട്ടിൽ താമസിക്കൽ, രോഗിയുമായുള്ള ലൈംഗിക ബന്ധം, ലഹരി മരുന്ന് കുത്തിവയ്പ്, പുരുഷ സ്വവർഗ ലൈംഗികത, വാക്സിൻ സ്വീകരിക്കാതെ രോഗമേഖല സന്ദർശനം. ചികിത്സ. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് ചികിത്സ ലഭ്യമല്ല. രോഗബാധിതർ രോഗലക്ഷണങ്ങളിൽ നിന്ന് വളരെ പതുക്കെയാണ് മുക്തരാവുക. ഇത് ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം. കരളിന് ദോഷം ചെയ്യുന്ന അനാവശ്യ മരുന്നുകൾ ഉപയോഗിക്കരുത്. ഉദാഹരണം പാരസെറ്റമോൾ. പെട്ടെന്നുള്ള രോഗം കരളിനെ ദോഷകരമായി ബാധിച്ചിട്ടില്ല എങ്കിൽ ഹോസ്പിറ്റൽ കിടത്തി ചികിത്സ ആവശ്യമില്ല. പോഷക ഘടകങ്ങൾ നിലനിർത്തി വയറിളക്കം, ഛർദി എന്നിവ കൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള ശരീരത്തിലെ നിർജ്ജലീകരണം തടയാനാവശ്യമായ പാനീയ ചികിത്സയാണ് മുഖ്യമായും സപ്പോർട്ടീവ് ചികിത്സയിലൂടെ ഉദ്ദേശിക്കുന്നത്. തടയൽ മാർഗങ്ങൾ. ഫലപ്രദവും ആധുനിക രീതിയിലുമുള്ള പൊതു ശുചിത്വ സംവിധാനം ഉറപ്പാക്കുക. പൊതുജനാരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ കൃത്യമായ വ്യക്തി ശുചിത്വം ഉറപ്പാക്കുക. മനുഷ്യമലം സമൂഹത്തിന് ഭീഷണിയില്ലാത്ത വിധം ശാസ്ത്രീയമായി മറവ് ചെയ്യുന്നതിനുള്ള ശുചിത്വ സംവിധാനം ഉറപ്പാക്കുക. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് എതിരായി കുത്തിവയ്ക്കുന്ന വാക്സിൻ ലഭ്യമാണ്. രോഗം തടയുന്നതോടൊപ്പം ഇതിന് പാർശ്വഫലങ്ങളും ഉണ്ട്. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള വാക്സിൻ ഉപയോഗത്തിന് ലൈസൻസ് നൽകിയിട്ടില്ല. ചൈനയിൽ ഒരു ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻ ലഭ്യമാണ്. കൈകളുടെ ശുചിത്വം. ആരോഗ്യകരമായ ജീവിതത്തിന് കൈകളുടെ ശുചിത്വം അത്യന്താപേക്ഷിതം. സൂക്ഷ്മ ജീവികളായ രോഗാണുക്കൾ, മറ്റു മാലിന്യങ്ങൾ എല്ലാം തന്നെ കൈകൾ വഴി ശരീരത്തിനകത്ത് എത്താനുള്ള സാധ്യത വളരെ കൂടുതൽ. അതിനാൽ കൈകൾ വൃത്തിയിൽ സൂക്ഷിക്കുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. കൈകൾ എങ്ങനെ കഴുകണം? 1. കൈകൾ ശുദ്ധമായ ഒഴുകുന്ന ടാപ്പ് വെള്ളം ഉപയോഗിച്ച് നനയ്ക്കുക, ടാപ്പ് അടയ്ക്കുക. 2. ശേഷം ദ്രവ സോപ്പ് ഉപയോഗിച്ച് കൈപ്പത്തിയുടെ പുറകുവശം, വിരലുകൾക്കിടയിൽ, നഖത്തിനടിയിൽ എന്നിവിടങ്ങളിൽ ഉരച്ച് പത വരുത്തുക. 3. കൈകൾ തമ്മിൽ 20 സെക്കൻഡ് നന്നായി ഉരയ്ക്കുക. 4. ടാപ്പ് തുറക്കുക. കൈകൾ ഒഴുകുന്ന ടാപ്പ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുക. 5. വൃത്തിയുള്ള ടിഷ്യൂ അഥവാ എയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കുക. കൈകൾ എപ്പോൾ കഴുകണം? പുറത്ത് പോകുക, യാത്ര ചെയ്യുക എന്നിവയ്ക്ക് ശേഷം, വീട്, ഓഫീസ് എന്നിവിടങ്ങളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, കക്കൂസ്, മൂത്രപ്പുര എന്നിവ സന്ദർശിച്ച അഥവാ ഉപയോഗിച്ച ശേഷം,
ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പും പാചക സമയത്തും ശേഷവും. ചുമക്കുക, തുമ്മുക, പുകവലിക്കുക, ഭക്ഷണം കഴിക്കുക, കുടിക്കുക ഇവയ്ക്ക് ശേഷം. മൂക്ക് സ്പർശിക്കുകയോ ചീറ്റുകയോ ചെയ്തതിന് ശേഷം. മുഖം, മുടി, വായ, മുറിവ് എന്നിവ സ്പർശിച്ചതിന് ശേഷം. അഴുക്ക്, നിലം, അഴുകിയ വസ്ത്രം എന്നിവ സ്പർശിച്ചാൽ. മാലിന്യം, ക്ലീനിംഗ് ലൈനുകൾ, കെമിക്കൽസ് എന്നിവ കൈകാര്യം ചെയ്ത ശേഷം. രോഗമുള്ളവരെ പരിചരിച്ച ശേഷം. കുട്ടികളുടെ ശുചിത്വ പരിപാലന ശേഷം. മൃഗ പരിപാലന ശേഷം. നന്ദി.